സനി ഗരി സനി ദമ ഗമ ദമ ഗമ ഗരി സ താങ്കടത്ത് താത്തിരിക്കടത്ത് താങ്കടത്ത് താത്തിരിക്കടത്ത് ജിന്നു ജിന്നു തക്ക് ജിന്നു ബിത്ത് ജിന്നു തക്ക് തക്ക് ജിന്നു ജിന്നു തക്ക് ജിന്നു തക്ക് തക്ക് ജിന്നു ജിന്നു തക്ക് ജിന്നു തക്ക് തക്ക് ജിന്നു തക്ക് തക്ക് ജിന്നു തക്ക് 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 ജിന്നു തക്ക് തരികിടതും തക്ക് തരികിടതും തക്ക് തരികിടതും ഗമഗരി സ സ സ സ സ സ നി സ ഗ സ നി സ ഗ സ നി സ ഗ സ നി ദ മ ഗ ഗ മ ഗ നി സ നി ദ മ ഗ മ ഗ മ ഗ മ ഗ രി സ രി ഗ സ രി ഗ സ രി ഗ സ രി ഗ മ ഗ മ ഗ സ നി ദ മ നി ദ മ ഗ ദ മ ഗ രി മ ഗ രി സ നമസ്കാരം. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കേരളക്കരയിൽ വികസിച്ചു വന്ന ഒരു കലാരൂപമാണ് കഥാപ്രസംഗം. അന്യം നിന്നു പോകുന്ന ഈ കലാരൂപത്തെ പൈതൃകത്തിലൂടെ വീണ്ടെടുക്കാനുള്ള എളിയ ശ്രമമാണ് ശാലം ചെയ്യുന്നത്. സ്വന്തം രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായി രക്തസാക്ഷിത്വം വരിച്ച ഒരു വിശുദ്ധ വനിതയുടെ ജീവിതകഥയാണ് കഥാപ്രസംഗ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നൊന്ന്, ദൈവം പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. നമുക്കത് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. നമസ്കാരം. സ്വന്തം രാജ്യത്തിന്റെ രക്ഷയ്ക്കായി അക്ഷീണ മടരാടി രക്തസാക്ഷി മകുടം ചൂടിയ വിശുദ്ധ, അസാമാന്യമായ ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും ഉത്തമ മാതൃകയായി വിളങ്ങി നിൽക്കുന്ന അനശ്വര സ്ത്രീത്വം. 1412 ഫ്രാൻസിൽ ജനിച്ച ആ കൊച്ചു സുന്ദരി ഫ്രാൻസിലെ മാത്രമല്ല, ലോകത്തിലെ ധീര വനിതകളുടെ നിരയിൽ ഇന്നും തിളങ്ങി നിൽക്കുന്നു. ഇംഗ്ലീഷുകാരുടെ നിരന്തരമായ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഫ്രാൻസിനെ ശത്രുകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആ വിശുദ്ധയുടെ കഥയാണിത്. വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക്. ചെറുപ്പം മുതലേ അവളിൽ പ്രകടമായ ദൈവഭക്തി അവളുടെ മാതാപിതാക്കളെയും സഹപാഠികളെയും അത്ഭുതപ്പെടുത്തി. ഫ്രാൻസിലെ പറുദീസ എന്നറിയപ്പെടുന്ന ഡോംറമി എന്ന അവളുടെ കൊച്ചു ഗ്രാമത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തെയും അവൾ അതിയായി സ്നേഹിച്ചിരുന്നു. പ്രകൃതി ദൈവത്തിന്റെ ദാനമാണെന്ന് അവൾ എപ്പോഴും പറയും. ഒഴിവു സമയങ്ങൾ പൂന്തോട്ടത്തിൽ ചെലവഴിക്കുവാൻ അവൾ ഏറെ ഇഷ്ടപ്പെട്ടു. തേൻ നുകരുന്ന പൂമ്പാറ്റകളെയും പാറിപ്പറക്കുന്ന പക്ഷികളെയും കൗതുകത്തോടെ അവൾ നോക്കി നിൽക്കും. കാടുകളും പതറിപ്പറഞ്ഞ പൂഞ്ചോലകളും ഒരു കൊച്ചു കാട്ടിൽ പരിലസിക്കും തളിരിട്ട കാനന ഛായകളും. 3 സഹോദരങ്ങളുമൊത്ത് ജോവാൻ സന്തോഷവതിയായി ജീവിച്ചു പോന്നു. ദൈവഭക്തയായ ഒരു സാധു സ്ത്രീയായിരുന്നു അവളുടെ അമ്മ ഇസബെല്ല. അച്ഛൻ ഒരു പരിക്കൻ സ്വഭാവക്കാരനാണെങ്കിലും ജോവാനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന് ധാരാളം കുതിരകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുതിര സവാരി ജോവാൻ ഏറ്റവും പ്രിയപ്പെട്ട വിനോദമായി മാറി. അകലെയുള്ള കുന്നിൻ ചെരുവിൽ ആടുകളെ മേയ്ക്കാൻ പോകുമ്പോഴും ചുറ്റുമുള്ള പ്രകൃതി വസ്തുക്കളിൽ അവൾ ഈശ്വര സാമീപ്യം ദർശിച്ചിരുന്നു. പോലെ ചുവന്ന ചുണ്ടിൽ മന്ദസ്മിതം തൂകി നടന്നു പെണ്ണ്. മോഹത്തിൻ ഹൃദയ വിചാരങ്ങൾ അവൾക്കു ചുറ്റും ജന്മനാടായ ഫ്രാൻസിന്റെ
അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ജോവാന്റെ സ്വപ്നം തന്നെയായിരുന്നു. ഇംഗ്ലീഷുകാർ ഫ്രാൻസിനെ ആക്രമിച്ചു കീഴടക്കി സമ്പൽ സമൃദ്ധിയെ തകർക്കുന്നത് അവൾക്ക് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല. താനൊരു പുരുഷനായിരുന്നെങ്കിൽ അവളുടെ ചിന്തകൾ ചിറകടിച്ചു പറന്നുയർന്നു. ഒരു ശനിയാഴ്ച ദിവസം അവൾ പൂന്തോട്ടത്തിലിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രകൃതിയുടെ മുഖം മാറി. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി, ആകാശം കറുത്തിരുണ്ടു. കൊടും പേമാരിയുടെ ലക്ഷണങ്ങൾ. ശക്തമായ ഒരു കാറ്റിന്റെ ശബ്ദം അടുത്തടുത്ത് വരുന്നു. പെട്ടെന്ന് അതിശക്തമായ ഒരു മിന്നൽ. ഭയം കൊണ്ട് വിറച്ചെങ്കിലും ഈശോ ഈശോ എന്ന് വിളിച്ചുകൊണ്ട് തന്റെ മുൻപിലെ വെള്ളി വെളിച്ചത്തിലേക്ക് അവൾ നോക്കി. എത്ര വർണ്ണിച്ചാലും തീരാത്തത്ര മുഖകാന്തിയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു രൂപം. ജോവാൻ, ജോവാൻ. വിണ്ണിൽ നിന്നും മണ്ണിലിറങ്ങിയ വിണ്ണേകത്തിൻ മാലാഖ, മാനവദൂത സൈന്യത്തിൻ ഉന്നത ദൂതൻ മിഖായേൽ. നിന്നിൽ നിന്നും മണ്ണിലിറങ്ങിയ വിണ്ണേകത്തിൻ മാലാഖ, മാനവദൂത സൈന്യത്തിൻ ഉന്നത ദൂതൻ മിഖായേൽ. ഭയപ്പെടേണ്ട, ദൈവത്താൽ അയക്കപ്പെട്ട മിഖായേൽ മാലാഖയാണ് ഞാൻ. നിന്റെ ഭക്തിയിലും എളിമയിലും സ്നേഹത്തിലും ദൈവം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. അവിടുന്ന് നിന്നെ ഒരു ദൗത്യം ഭരമേൽപ്പിക്കുകയാണ്. ജോവാൻ ആകാംക്ഷയോടെ കാതോർത്തിരുന്നു. നീ പാരീസിലേക്ക് പോകണം, സൈന്യത്തെ നയിക്കണം, ഓർലിസ് പട്ടണം തിരിച്ചു പിടിക്കണം, ചാൾസ് രാജകുമാരനെ രാജാവായി വാഴിക്കണം. ജോവാൻ അത്യധികം ഭയപ്പെട്ടു. ഞാനൊരു പെൺകുട്ടിയാണ്. ഈ ഭാരിച്ച ഉത്തരവാദിത്വം പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാൻ കഴിയുന്നത് എങ്ങനെ? മകളെ ജോവാൻ, ശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുക. നിനക്ക് അസാധ്യമായിട്ടൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഈ ദർശനവും വെളിപാടും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കുറെ നാളുകൾ കടന്നുപോയി. തന്നിലൂടെ പൂർത്തിയാകേണ്ട ദൈവഹിതത്തിന് അവൾ പൂർണ്ണമായും വിധേയപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒരു ദിവസം അവൾ തന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇംഗ്ലീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് നമ്മൾ അവരെ ഇവിടുന്ന് തുരത്തി ഓടിക്കും. പോവണ്ണേ, നിനക്ക് എന്തറിയാം യുദ്ധത്തെ പറ്റിയൊക്കെ? അമ്മേ, ഫ്രാൻസിന്റെ വിജയം ഒരു കന്യകയിലൂടെയാണെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരു പക്ഷേ ആ കന്യക ഞാനാണെങ്കിലോ? ഇത് കേട്ട അമ്മയും സഹോദരങ്ങളും അവളെ കളിയാക്കി. പക്ഷേ അവൾ ഒരു ഉറച്ച തീരുമാനത്തിലെത്തിയിരുന്നു. ജന്മനാടിന്റെ സ്വാതന്ത്ര്യം ഇന്നെന്റെ ജീവിതത്തിൽ ജ്വലിക്കുന്നു തൃഷ്ണയാ. സിരകളിൽ ചിന്തയിൽ കത്തിപ്പടരുന്നൊരാവേശമായി മാറുന്നൊരഗ്നിയാ. ദർശനങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു പിന്നീട് അങ്ങോട്ട്. വയലിൽ പണിയെടുക്കുമ്പോഴും പൂന്തോട്ടത്തിലായിരിക്കുമ്പോഴും പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോഴുമെല്ലാം അവൾക്ക് ദൈവിക ദർശനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ജോവാന്റെ പ്രദേശമായ ഡോംറമിയെയും ഇംഗ്ലീഷുകാർ ആക്രമിച്ചു. ജോവാന്റെ കുടുംബത്തിനും അവിടെ നിന്നും രക്ഷപ്പെടേണ്ടി വന്നു. ഇംഗ്ലീഷ് സൈന്യം ഓർലിസ് നഗരത്തോട് അടുത്തു കഴിഞ്ഞു. ഓർലിസ് നഗരം പിടിച്ചെടുക്കുന്നതോടെ ഫ്രാൻസിന്റെ പതനവും പൂർത്തിയാകും. എല്ലാ പ്രതിബന്ധങ്ങളെയും തൃണവൽഗണിച്ച് ജോവാൻ ഇറങ്ങിത്തിരിച്ചു. മലകളും താണ്ടിയവൾ ഉമ്മയുടെ താഴ്വാരവും കടന്ന് കുതിരപ്പേറി പാഞ്ഞു പോയി പെൺകൊടി വീരകന്യ. കേവലം ഒരു ആട്ടിടയ പെൺകുട്ടിയിൽ വിശ്വാസം അർപ്പിക്കുവാൻ സൈന്യാധിപൻ തയ്യാറായില്ല. അയാൾ ആക്രോശിച്ചു, ഈ പെൺകുട്ടി ഇവിടെ കണ്ടുപോകരുത്. കടന്നു പോ എന്റെ മുന്നിൽ നിന്ന്. കേവലം ഒരു പെണ്ണ് ഡോഫിൻ രാജാവിനെ കിരീടധാരിയാക്കാൻ പോകുന്നു, ഫ്രാൻസിനെ രക്ഷിക്കുവാൻ പോകുന്നു. എന്ത് അസംബദ്ധമാണ് ഈ പറയുന്നത്? പക്ഷേ അവൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതുപോലെ ഫ്രാൻസിന്റെ പതനം ഉറപ്പായി. അവസാനം ഫ്രാൻസിന്റെ സൈന്യാധിപൻ ജനറൽ ഡ്യൂനസ് സൈന്യത്തിന്റെ നേതൃത്വം ജോവാനെ ഭരമേൽപ്പിച്ചു. കുതിരകളെയും പടയാളികളെയും യുദ്ധപ്പടക്കോപ്പുകളും അവൾക്ക് നൽകി. ജോവാൻ പടച്ചട്ടി അണിഞ്ഞു, വാളും പരിചയമേന്തി. പക്ഷേ ഒരവസരം കൂടി അവൾ ഇംഗ്ലീഷുകാർക്ക് നൽകി, ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ.
ആക്രമണത്തിന് മുതിരാതെ അടിയറവ് പറയുന്നതാവും നന്ന്. 20 വയസ്സ് പോലും തികയാത്ത ഒരു ആട്ടിടയ പെണ്ണ്, നിന്നെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ ജീവനോടെ കത്തിക്കും എന്നായിരുന്നു അവരുടെ മറുപടി. അതെ, രണഭേരി ഉയരുക തന്നെ ചെയ്തു. യുദ്ധം മുറുകിക്കൊണ്ടിരുന്നു. പടയൊരുങ്ങി കുതിരപ്പടയൊരുങ്ങി അശ്വാരൂഢയാൽ ആശ്രയനിദ്രയാൽ ഘോരയുദ്ധത്തിൻ കടിഞ്ഞാൽ പിടിച്ചവൾ പോരിനായി പുറപ്പെടുന്നു. നിർഭയം പോരിനായി പുറപ്പെടുന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ച് സൈന്യവും തമ്മിൽ നടന്ന ഏറ്റവും ശക്തമായ ഏറ്റുമുട്ടലായിരുന്നു അത്. നഗരങ്ങൾ ഒന്നൊന്നായി തിരികെ പിടിച്ചുകൊണ്ട് ജവാൻ സൈന്യത്തെ നയിച്ചു. അവളുടെ ഓരോ നീക്കങ്ങളും ദൈവസ്വരത്തിനനുസരിച്ചായിരുന്നു. ശത്രുക്കൾ ഒന്നൊന്നായി അതാ പടക്കളത്തിൽ പിടഞ്ഞു വീഴുന്നു. ശത്രു സൈന്യത്തെ തലങ്ങും വിലങ്ങും അതിഭയങ്കരമായ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ജവാൻ മുന്നേറുമ്പോഴതാ അസ്ത്രമുനയേറ്റു പിടഞ്ഞു വീണവൾ ഒരമ്പ് പാഞ്ഞു വന്ന് ജവാന്റെ കഴുത്തിന് താഴെ ആഞ്ഞു തറയ്ക്കുന്നു. അതാ അവൾ വീണു. മുറിവ് വെച്ച് കെട്ടി മണിക്കൂറുകൾക്കകം ജവാൻ തിരികെ വന്നു. വേദന മറന്ന് തന്റെ അണികൾക്ക് ആത്മധൈര്യം പകർന്നു കൊടുത്ത് മുൻനിരയിൽ തന്നെ അവൾ നിലയുറപ്പിച്ചു. ശിരസച്ചു വീഴുന്നു. ആർത്തനാദങ്ങൾ കുതിരക്കുളമ്പടികൾ വാൾമുനയും. ചുറ്റും വേദനിപ്പിക്കുന്ന കാഴ്ചകൾ. ദൈവമേ, ഹൃദയം തകരുന്നത് പോലെ തോന്നി ജവാന്. എങ്കിലും അവൾ സ്വയം മറന്ന് ദൈവിക വെളിപാടുകൾക്ക് കീഴ്പ്പെട്ടു. ആ ഏറ്റുമുട്ടലിൽ ഫ്രഞ്ച് സൈന്യം ഇംഗ്ലീഷുകാരെ തോൽപ്പിച്ച് ഓർലിസ് പട്ടണം തിരിച്ചു പിടിച്ചു. മാലാഖമാരുടെ ചിത്രം ആലേഖനം ചെയ്ത വെളുത്ത പതാക ഉയർത്തിയവർ വിജയം ആഘോഷിച്ചു. ജീസസ് എന്നും മേരി എന്നും അതിൽ എഴുതിയിരുന്നു. ഫ്രാൻസിലെ ജനങ്ങളെല്ലാം ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. തങ്ങളുടെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു. രാജ്യത്തെ എല്ലാ ദേവാലയങ്ങളിലും ആഹ്ലാദ സൂചകമായി മണിമുഴങ്ങി. വീഥികൾ തോറും സംഗീതത്തിന്റെ മാസ്മരീകത നിറഞ്ഞു. അവർ ആടിപ്പാടി തിമിർത്തു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള വിജയം. വെള്ള കുതിരപ്പുറത്ത് പടച്ചട്ടി അണിഞ്ഞ് വിജയശ്രീ ലാളിതയായി നഗരത്തിലെത്തിയ ജവാനെ രാജാവും ജനങ്ങളും ആവേശത്തോടെ എതിരേറ്റു. ജവാന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ആനന്ദത്താൽ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവമായിരുന്നു അവൾക്കത്. 1429 ജൂലൈ 27 എല്ലാവരും റീംസിലെ കത്തീഡ്രലിൽ എത്തിച്ചേർന്നു. ഇത്രയും കാലം വെറും ഡോഫിനായിരുന്നയാൾ ഇന്നിതാ ചാൾസ് 7 രാജാവായി അവരോധിതനാകാൻ പോകുന്നു. സുവർണ കിരീടമണിഞ്ഞു വിളങ്ങി സിംഹാസനസ്ഥനായി രാജപുത്രൻ. അമോദമാത്മാവിൽ അലതല്ലി നിൽക്കും അഭിമാനപൂരിതമാമുഹൂർത്തം. കത്തീഡ്രൽ പ്രകാശപൂരിതമായി. സർവവിഭൂഷിതനായ രാജാവിന്റെ വലതുവശത്ത് തന്നെ ജോവാൻ ഉണ്ടായിരുന്നു. ദൈവഹിതം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യം അവൾ രാജാവിന്റെ കാൽക്കൽ വന്ദിച്ചു. ദൈവഹിതമാണ് അങ്ങിലൂടെ പൂർത്തിയായിരിക്കുന്നത്. പ്രഭു, അങ്ങു തന്നെയാണ് ഫ്രാൻസിന്റെ രാജാവ്. ഈ രാജ്യം ദൈവം അങ്ങയെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതിനെ ദൈവികതയിൽ കാക്കുക. 1430 മെയ് 23 ഇത്തവണ യുദ്ധം കമ്പീത്ത നഗരത്തിൽ വെച്ചാണ്. ഇപ്രാവശ്യം അവൾ മാലാഖമാരിൽ നിന്നും കേട്ട സ്വരം മറ്റൊന്നായിരുന്നു. ജവാൻ, ജവാൻ, അധികം താമസിയാതെ നീ ശത്രുക്കളാൽ പിടിക്കപ്പെടും. അവർ നിന്നെ തടവറയിൽ അടയ്ക്കും. നാലുപാട് നിന്നും ശത്രു സൈന്യം അവളെ വളഞ്ഞു. അവൾ ഒറ്റയ്ക്ക് സൈന്യത്തിന്റെ നടുവിൽ അകപ്പെട്ടു. തഴക്കവും വഴക്കവുമുള്ള ഒരു ഉത്തമ പോരാളിയെ പോലെ അവൾ പൊരുതി നിന്നു. പക്ഷേ ഉച്ചയോടെ ബർഗണ്ടിയൻ സൈന്യം ഫ്രാൻസിന്റെ വീരപുത്രിയെ ബന്ധിച്ചു. ഫ്രാൻസ് ഒന്നടങ്കം ഞെട്ടിത്തെറിച്ചു. രാജാവും ജനങ്ങളും ദുഃഖാർത്തരായി.
പല തടവറകളിലും മാറ്റി മാറ്റി പാർപ്പിച്ച അവളെ ബർഗണ്ടിയൻ സൈന്യത്തിന്റെ കയ്യിൽ നിന്നും ധാരാളം പണം നൽകി ഇംഗ്ലീഷുകാർ വിലയ്ക്ക് വാങ്ങി. അവർ അവളോട് ക്രൂരമായി പെരുമാറി. ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടു. കൊടിയ തണുപ്പ് കാലത്ത് പോലും തടവറ ചൂട് പിടിപ്പിച്ചില്ല. സ്വകാര്യ ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടു. അവളുടെ ദുരിതം കണ്ട് അവർ സന്തോഷിച്ചു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഒരിക്കൽ പോലും അവളെ അവർ അനുവദിച്ചില്ല. അതവളെ ഏറ്റവും അധികം വേദനിപ്പിച്ചു. വലിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുകയാണ് അവളെ. കൈയും കാലും ബന്ധിച്ചിരിക്കുകയാണ്. ജോവാൻ വേദന കൊണ്ട് പുളഞ്ഞു. സഹനത്തിന്റെയും തീവ്രവേദനയുടെയും ദിനങ്ങളിൽ അവൾ ഈശോയോട് ചേർന്ന് നിന്നു. വിശുദ്ധ കാദ്രൈനും വിശുദ്ധ മാർഗരറ്റും മാലാഖമാരും നിരന്തരം അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. 1431 ഫെബ്രുവരി മാസത്തിൽ ജോവാൻ വിചാരണ ചെയ്യപ്പെട്ടു. അഭിഭാഷകരില്ലാതെ ഒറ്റയ്ക്ക് അവൾ വിചാരണ നേരിട്ടു. ചോദ്യങ്ങൾക്കെല്ലാം അതിവിദഗ്ധമായി മറുപടിയും നൽകി. കേട്ടതെല്ലാം പിശാചിന്റെ സ്വരമായിരുന്നുവെന്ന് സമ്മതിച്ചാൽ നിനക്കു രക്ഷപ്പെടാം. അഗ്നിനാവിനാൽ ദഹിച്ചിടിലും സത്യവിശ്വാസമൽപ്പവും ശങ്കയില്ല. തന്റെ വിശ്വാസത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കുവാൻ അവൾ തയ്യാറായില്ല. ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് എന്ന വിധം അവളെ മാറ്റി മാറ്റി പാർപ്പിച്ചു. അവസാനം ലോകത്തിന്റെ നീതിപീഠം അവളെ ജീവനോടെ തീ കൊളുത്തി കൊല്ലുവാനുള്ള വിധി പ്രസ്താവിച്ചു. മരണത്തിൻ താഴ്വര താണ്ടിയാലും ഭയമില്ല, കർത്താവ് കൂടെയുണ്ട്. സങ്കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ട് പട്ടാളക്കാരുടെ മധ്യത്തിൽ അവൾ വധക്കളത്തിലേക്ക് ആഗതയായി. മരണാസന്ന സമയത്തും അവളുടെ മുഖത്തെ ചൈതന്യം കണ്ട് സൈനികർ അത്ഭുതപ്പെട്ടു. വധക്കളത്തിൽ നാട്ടിയിരുന്ന മരത്തോട് ചേർത്ത് അവളെ ബന്ധിച്ചു. ചുറ്റും വിറകു കൊള്ളികൾ അടുക്കി വെച്ച് ആ പട്ടടയ്ക്ക് തീ കൊളുത്തി. വിശുദ്ധ കുരിശ് മാറോട് ചേർത്ത് പിടിച്ച് അവൾ അനേകം തവണ ഈശോയെ, എന്റെ ഈശോയെ എന്ന് വിളിച്ചു. തീനാളങ്ങൾ ഉയർന്നു പൊങ്ങി. ആ ശബ്ദം നേർത്തു നേർത്തു വന്നു. അങ്ങനെ നമ്മുടെ ജോവാൻ എരിഞ്ഞടക്കി. ആ ശരീരം ഒരു പിടി ചാരമായി മാറി. ജോവാന്റെ ആത്മാവ് ആനന്ദപൂരിതമായി മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം ഈശോയുടെ പക്കലേക്ക് പറന്നുയർന്നു. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും എത്ര ദുഃഖങ്ങൾ മറന്നാലും മറക്കുവാനാവുമോ ജോവാനേ, ധർമ്മത്തിൻ ദീപിക ജോവാനേ, ദൈവത്തിൻ ദീപിക ജോവാനേ. അധർമ്മത്തിന്റെ പടവാളുയർത്തുന്ന ലോകം വിശുദ്ധ ജോവാൻ ഓഫ് ആർക്കിന്റെ ധർമ്മയുദ്ധത്തിന്റെ കാഹളധ്വനി ശ്രവിക്കട്ടെ. ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി പടപൊരുതട്ടെ. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. 15-ാം നൂറ്റാണ്ട് നമുക്ക് സമ്മാനിച്ച വിശുദ്ധയായ ഈ ധീരവനിത ലോകത്തിന് മുഴുവൻ മാതൃകയാകട്ടെ. അങ്ങനെ ഇവിടെ ശാന്തിയും സമാധാനവും പുലരട്ടെ. ദൈവത്തിൻ വത്സര സോദരരേ, ഭൂമിയിൽ സ്വപ്നങ്ങൾ നെയ്യുന്നോരേ,
ദൈവത്തിൻ വത്സര സോദരരേ, ഭൂമിയിൽ സ്വപ്നങ്ങൾ നെയ്യുന്നോരേ, നൽകിടുന്നു ഞങ്ങളി സന്ദേശം, മോദമോടെ നൽകിടുന്നു 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 ഞങ്ങളി സന്ദേശം, മോദമോടെ നൽകിടുന്നു നൽകിടുന്നു. പാതിരാ പഞ്ചമി പാലൊളി തൂകിയ, പാതിരാ പഞ്ചമി പാലൊളി തൂകിയ, പാവനമി നാഴികയിൽ ദൈവത്തിനുണ്ണി പിറന്നു. ആ പാതിരാ പഞ്ചമി പാലൊളി തൂകിയ, പാതിരാ പഞ്ചമി പാലൊളി തൂകിയ, പാവനമി നാഴികയിൽ ദൈവത്തിൻ ഉണ്ണി പിറന്നു. പാവനമി നാഴികയിൽ ദൈവത്തിൻ ഉണ്ണി പിറന്നു. സാ സനിസഗ മഗമദ നിധനിസ, സാ സനിസഗ മഗമദ നിധനിസ, സഗഗ സമമ്മ സഗഗ നിസ സനിസ നിധ മദനി മഗ മഗ സനിസ. മാലാഘവൃന്ദമൊന്നായി താരാജാലവും വാനമേഘങ്ങളിൽ ഗാനമുതിർത്തു. മാലാഘവൃന്ദമൊന്നായി താരാജാലവും വാനമേഘങ്ങളിൽ ഗാനമുതിർത്തു. അത്യുന്നതങ്ങളിൽ ആകാശവീഥിയിൽ, അത്യുന്നതങ്ങളിൽ ആകാശവീഥിയിൽ അഖിലേശൻ ഈശ്വരന് ആരാധന സ്തുതിഗീതം. അഖിലേശൻ ഈശ്വരന് ആരാധന സ്തുതിഗീതം. മഗസനിസ ധനിസഗമഗമ സഗമദനിധനി മദനിഗ സനിസ, സഗഗ സമമ്മ സഗഗ സനിസ സനിധമ നിധമഗ മഗ സനിസ. ആനന്ദത്തേരിലേറി പാടും ഗാനങ്ങൾ മണ്ണിൽ മാനവർക്ക് ശാന്തി ഉണർത്തി. ആനന്ദത്തേരിലേറി പാടും ഗാനങ്ങൾ മണ്ണിൽ മാനവർക്ക് ശാന്തി ഉണർത്തി. സ്നേഹത്തിൻ മാറ്റൊലി തുള്ളിത്തുളുമ്പുമി, സ്നേഹത്തിൻ മാറ്റൊലി തുള്ളിത്തുളുമ്പുമി. സന്ധ്യയിൽ നേരുന്നു ദൈവത്തിൻ ശാന്തി സൗഭാഗ്യം. സന്ധ്യയിൽ നേരുന്നു ദൈവത്തിൻ ശാന്തി സൗഭാഗ്യം. മഗസനിസ ധനിസഗമഗമ സഗമദനിധനി മദനിഗ സനിസ, സഗഗ സമമ്മ സഗഗ സനിസ സനിധമ നിധമഗ മഗ സനിസ. ദൈവത്തിൻ വത്സര സോദരരേ, ഭൂമിയിൽ സ്വപ്നങ്ങൾ നെയ്യുന്നോരേ, നൽകിടുന്നു ഞങ്ങളി സന്ദേശം, മോദമോടെ നൽകിടുന്നു നൽകിടുന്നു.
ദൈവത്തിൻ വത്സര സോദരരേ മനുഷ്യപുത്രന്റെ പിറവിയെ പ്രകീർത്തിക്കുന്ന ഈ നൃത്തരൂപം നിങ്ങൾക്കേവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണും വരയ്ക്കും നന്ദി, നമസ്കാരം.